ഒരു കൃത്യസമയത്ത് ജോലിക്ക് കയറണമെന്ന് വിചാരിച്ചാൽ കൊല്ലം ജില്ലയിൽ നടക്കത്തില്ല. ഇതെത്ര ബ്ലോക്ക് കഴിഞ്ഞാണെന്നറിയോ? 9 മണിക്ക് വെച്ച ക്ലാസ്സാണ്. ഞാനൊരു 9:05 ആയപ്പോൾ ഓടിപ്പടച്ച് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്ഷീണമൊക്കെ ഇവരെ കണ്ടപ്പോൾ മാറി. ഇത് നഴ്സിംഗ് സ്റ്റാഫാണ്, ഇൻഡക്ഷൻ ട്രെയിനിങ് നടക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ച് അങ്ങനെ ഹരം പിടിച്ചിരുന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് പിന്നെയും പഠിപ്പിക്കാൻ ഇവരെ കിട്ടുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഉന്മേഷമാണ്. അങ്ങനെ ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തോടുകൂടി ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ആഹാരം സ്കിപ്പ് ചെയ്തു. സത്യം പറയട്ടെ, ഒന്നും കഴിച്ചില്ല. വൈകുന്നേരം വീടെത്തിയപ്പോഴേക്കും വിളി വന്നു, കംഫോർട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് പോകണം, 2 ആഴ്ചയായി മേഡം കഴുകി വെച്ചിരിക്കുന്ന, മുതലാളി വഴക്കു പറയുമെന്ന്. ഞാൻ എൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കംഫോർട്ട്സ് അഴുക്കായി കഴുകാൻ കൊടുക്കാൻ സമയമാകുമ്പോഴേ അവിടെ നിന്ന് എടുക്കാനുള്ളത് എടുക്കാൻ പോവുള്ളൂ. 2നും കൂടി ഒറ്റ ട്രിപ്പ് മതിയല്ലോ. പാവം കൊച്ച് 2 ആഴ്ചയായിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നേരെ പോയത് പലചരക്ക് കടയിലാണ്. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഉപ്പ്, പഞ്ചസാര, തേയില, പുളി, കുറേ ഉണ്ടായിരുന്നു. അതിൽ 2-3 വിട്ടുപോയി. ഇപ്പം ഇരുന്ന് ആലോചിക്കുകയാണ് എന്ത് ചെയ്യുമെന്ന്. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ് നേരെ പോയത് മീൻ വാങ്ങിക്കാനാണ്. 1-2 ദിവസത്തെ മീൻ വാങ്ങിച്ചു. നാളത്തേക്കുള്ളത് ഫ്രിഡ്ജിലോട്ട് കയറ്റി. ഇന്നത്തേക്കുള്ളത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള അംഗം തുടങ്ങണം. രാത്രി തന്നെ ഞാൻ മീൻകറിയൊക്കെ വെച്ച് വയ്ക്കും. പിന്നെ എനിക്കാവശ്യം ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റാണ്. ആ റെസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും. പതുക്കെ ഫോണൊക്കെ നോക്കി ഞാൻ റെസ്റ്റ് എടുക്കാൻ തയ്യാറായി. ചായയും ആ ഒരു നെയ്യപ്പവുമായിട്ട് എൻ്റെ റെസ്റ്റിങ്ങിലേക്ക് നീങ്ങി.